ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചമ്മന്തിയും അതുപോലെ തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തക്കാളി ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 തക്കാളി 2 സവാളയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായ ശേഷം അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. അതിനുശേഷം ഉഴുന്നുപരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഇതുപോലെയൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത ഉടനെ തന്നെ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തി റെസിപ്പിയാണിത്. രാവിലെയൊക്കെ നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളി പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇതൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒരു ഹാഫ് കുക്ക് ആവുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് തക്കാളി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് 2 സ്പൂൺ ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചമ്മന്തി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു തേങ്ങ ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചെറിയൊരു ഇഞ്ചി കഷ്ണം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതല്ലെങ്കിൽ ഒരു സവാളയുടെ കഷ്ണം ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് വറ്റൽമുളക് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചുട്ടെടുത്തിട്ടും ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ നന്നായിട്ട് ഇളക്കി ഇത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ തേങ്ങാ ചട്നിയും തക്കാളി ചമ്മന്തിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള 2 റെസിപ്പീസാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബൈ.